നമസ്തേ. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സുസജ്ജമായി ഭാരതം. അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സുരക്ഷാ കാര്യസമിതി യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിൽ ഉണ്ടെന്നാണ് സുരക്ഷാ സേന പറയുന്നത്. പ്രത്യേക ദൗത്യസംഘം ഈ മേഖല വളഞ്ഞിരിക്കുകയാണ്. ഭീകരരെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അക്നൂർ മേഖലകളിലാണ് വെടിവെപ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിക്കുന്നു. ജനറൽ ഡിബേറ്റ് പരിശോധിക്കുന്നു. പടപ്പുറപ്പാടോ? വിദേശകാര്യ വിദഗ്ധൻ കേണൽ എസ് ഡിന്നി, BJP വക്താവ് യുവരാജ് ഗോകുൽ, കേണൽ RK നായർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കശ്മീരിലെ ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. കേണൽ ഡിന്നി, 2-3 ദിവസങ്ങളായി ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും 3 സേനകളുടെ മേധാവികളും BSF, CISF, CRPF എന്നിവയുടെ തലവന്മാരും പങ്കെടുത്ത യോഗങ്ങൾ നടന്നു. ഇന്ന് മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി യോഗം നടന്നു. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചു. എന്തായാലും സൈനിക ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. ഏത് രീതിയിലാവും ഓപ്പറേഷൻ കാശ്മീർ? തീർച്ചയായിട്ടും അനിൽ, അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ദിവസം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സൈനിക നടപടി അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ നമ്മളെ ഭാരതത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം അതിനകത്ത് മറ്റൊന്നുമല്ല, കാരണം വളരെ ഇതാണ്. അതായത് നമ്മളെ ഭാരതത്തിൽ വന്ന് ഇതുപോലത്തെ ഒരു ഭീകരവാദം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പം 26 കുടുംബങ്ങൾക്ക് നമുക്കൊരു നീതി കൊടുക്കണം. ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ട് മതങ്ങൾ തമ്മിലടുപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കണം. സിവിലിയൻസിനെയാണ് അവർ കൊന്നിട്ട് പോയത്, അല്ലാതെ ആർമിയെയോ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സസിനെയോ അല്ല. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സൈനിക നടപടികളിലേക്ക് പോകണമെങ്കിൽ അതിനായിട്ടുള്ള സമയം വേണം, അതിനായിട്ടുള്ള രീതിയുണ്ട്, കാരണം പ്രിപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയി അങ്ങനെ ചെയ്യുന്ന ഒരു വികാരത്തിന്റെ പുറത്തല്ല. ഇത് വളരെ കോൾഡ് ബ്ലഡ് ആയിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെ. അപ്പൊ അത് ആ ഫോഴ്സസ് മാത്രമായിരിക്കത്തില്ല ഇതിനകത്ത് ഭാഗമാകുന്നത്. പലരും പല സ്ഥലത്ത് പോയി അവർ ഡിപ്ലോയ് ചെയ്യണം. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനും എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിരിച്ചടി കൊടുക്കാനുള്ള രീതിയിലേക്ക് പൊസിഷനിങ് ഒക്കെ ഉണ്ട് ഇതിന്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയം ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം അതിന്റെ ഒരു പ്രോസസ്സിന്റെ രീതിയിലാണ് പോകുന്നത്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഒരാളോ രണ്ടാളോ വിചാരിച്ചിട്ട് ഇന്ന് നമുക്കിനി യുദ്ധത്തിലേക്ക് പോകാം, അങ്ങനല്ല. അതിന്റെ ഒരു പ്രോസസ്സാണ്. അതിനാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പ്രൈം മിനിസ്റ്റർ എല്ലാ സേനാ മേധാവികളെ മാത്രം, രക്ഷാമന്ത്രിയും NSAയും മറ്റ് സേനാ മേധാവികളെ മാത്രമായിട്ടുള്ള ഒരു ചർച്ച നടന്നത്. അതിൽ നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ധാരാളം ഫീഡ്ബാക്ക് കിട്ടിക്കാണും. നമ്മൾ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻ നടന്നു കാണും. അതിനായിട്ട് ഇന്ന് അദ്ദേഹം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്തതാണ്. അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഇന്ന് വന്നു കാണും. അതുപോലെ തന്നെ ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്, കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ആയാലും ശരി, മറ്റ് നേതാക്കന്മാരായാലും ശരി, അവരെ ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ നയതന്ത്ര ലെവലിൽ നമ്മൾ ധാരാളം കൺട്രീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. പലരും പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. നമ്മൾ ഓൾറെഡി ഡൽഹിയിൽ പല നയതന്ത്ര ഡിപ്ലോമാറ്റ്സ്, ഇൻക്ലൂഡിംഗ് ചൈനയിൽ നിന്നുള്ള ഡിപ്ലോമാറ്റ്സിനെ പോലും നമ്മൾ അവരെ വിളിച്ച് നമ്മളെ കാര്യങ്ങൾ പറയുന്നു. ഇതാണ് നടന്നത്, ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ ഈ ഭീകരവാദികൾ അകത്ത് വന്ന് ഇതാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ബ്രീഫ് ചെയ്യുന്നു. അപ്പം ഓവറോൾ നമ്മൾ നോക്കുമ്പം ഒരു വളരെ കൃത്യമായിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് മാത്രം ചിന്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ സൂചനകളും, ഒരു യുദ്ധമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എല്ലാ സൂചനകളും നൽകുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സൈനിക നടപടി ഏതെങ്കിലും ഒരു ലൊക്കേഷനോ
പല ലൊക്കേഷനോ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ പല മാർഗത്തിലൂടെ കാണും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കേണൽ ഡിന്നി, കശ്മീരിൻ്റെ ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. കുൽഗാം ജില്ലയിലെ മലനിരകളിൽ ഈ ഭീകര ഒളിച്ചിരിപ്പ് ഉണ്ട് എന്നാണ് സുരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. രാവിലെ ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെയാണ്. ഈ കുൽഗാം ജില്ല, അതുപോലെ കുൽഗാമിലെ മലനിരകൾ, അവിടെയൊക്കെ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണോ? ഷിയാനിൽ, അതായത് കശ്മീരിന്റെ ഏത് മലകളായാലും ശരി, അവിടുത്തെ കാടായാലും ശരി, അത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പക്ഷെ വളരെ തിക്ക് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അതായത് പലപ്പോഴും നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നല്ല ഡാർക്ക് ആയിരിക്കും. ഈവൻ പകല് പോലും പോയാലും അവിടെ വെളിച്ചം പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ മലകളും ഈ കാടിന്റെ ഉള്ളിലാണ് ഇവർ സാധാരണ ഹൈഡ് ഔട്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കുന്നത്, ഈ ഭീകരവാദികൾ. ആ ഹൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ഒരു എൻട്രൻസ് മാത്രമേ കാണത്തുള്ളൂ. അത് ഗ്രൗണ്ടിന്റെ അകത്താണ് ഉണ്ടാകുന്നത്. മണ്ണിന്റെ താഴെ അണ്ടർഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതിനകത്ത് ഈ ഭീകരവാദികൾക്ക് നേരത്തെ തന്നെ അവരതിനകത്ത് കഴിക്കാനുള്ള സാധനവും വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവർ നേരെ ആ ഇതിനകത്ത് പോകും. അപ്പൊ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എലി പോയി ഒളിക്കുന്ന കണക്കാണ്. പിന്നെ അവർ പുറത്തോട്ട് വരത്തേ ഇല്ല. പുറത്തോട്ട് വരുന്നത് തന്നെ അവരുടെ എന്തെങ്കിലും അവരുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും വരുന്നത്. അതും അവർ വളരെ ടാക്ട്ഫുള്ളി ആയിരിക്കും ചെയ്യുന്നത്. അവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സിന് ഇവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി സ്ഥിരം ഉപയോഗിക്കുന്ന രീതി അല്ല, അവർ മറ്റു രീതിയിലുള്ള ഏതോ ഒരു സംഭവം, അതായത് എക്യുപ്മെന്റ്, അത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ നമ്മളെ ഏജൻസീസ് അത് ഫോറിൻ ഏജൻസിയായിട്ട് ഷെയർ ചെയ്തിട്ട് അവർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ അവർ 2 or 3 ഹൈഡ് ഔട്ട്സ് ഉണ്ടാക്കിയത്. അപ്പൊ ഒരു ഹൈഡ് ഔട്ടിൽ ചിലപ്പോൾ 4 or 5 ദിവസം മാത്രം തങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഹൈഡ് ഔട്ടിലേക്ക് പോകും, പിന്നെ അടുത്ത. അപ്പൊ ഇതിനെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു വ്യവസ്ഥ അവർ നേരത്തെ ചെയ്തു വെക്കും. പക്ഷെ ഇതിന്റെ ഈ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂവ് ചെയ്യുമ്പം നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ഇൻപുട്സ് വരും, ഡെഫിനറ്റ് ആയിട്ട് വരും. അതിന്റെ ബാക്കിലാണ് ഇപ്പം സൈന്യം പോകുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആർമിയാണ് ഇതിന്റെ ഏറ്റവും ഇന്നർ സർക്കിളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കാടിന്റെ ഉള്ളിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സൈന്യമാണ്. അതിന്റെ ഔട്ടർ ആയിട്ടുള്ളത് CRPF-ഉം JK പോലീസും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏരിയ അവർക്കറിയാം. അപ്പം അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോമീറ്റർ പോലും ആണെങ്കിൽ തന്നെ ആ 1 കിലോമീറ്റർ ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈന്യം വന്നാലും അവർക്ക് എവിടെ ഒളിച്ചാലും അതിന് സമയമെടുക്കും. ഇവിടെ കൃത്യമായിട്ട് വളരെ ഒരു ഏരിയയിൽ അവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോട്ടൽ ആ ഏരിയ കോർഡൺ അപ്പ് ചെയ്യും. അതായത് അതിനെ മൊത്തം മറ്റ് സൈനികർ വെച്ചിട്ട് അവർ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് സെർച്ച് ചെയ്താണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ടാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് കുറച്ച് സമയമെടുക്കും. അത് പെട്ടെന്ന് നടക്കുന്നതല്ല. പിന്നെ ഇതിനകത്ത് വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലക്ക് ഒരു ഫാക്ടറാണ് ഷിയാനിൽ. അതായത് പലപ്പോഴും ചില ടെററിസ്റ്റുകൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് അത് അവരുടെ ഒരു രീതി, ചില സമയത്ത് അവർ ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില അവർ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് സൈനികർക്ക് പോലും ഒരു ബാഡ് ലക്ക് എന്നുള്ള രീതിയിൽ പലപ്പോഴും കാഷ്വാലിറ്റീസ് ഒക്കെ ആവുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതല്ലാതെ നമ്മൾ പെട്ടെന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ രീതിയിലൊന്ന് തിരിച്ചടിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് കാരണം അവരും പ്രിപ്പയർഡ് ആണ്. അവരെ സംബന്ധിച്ചുള്ള ജീവൻ മരണ പോരാട്ടമാണ്. സോ അവരും പ്രിപ്പയർഡ് ആണ്. അവർ എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ്, എപ്പോഴാണ് എവിടുന്നാ വരുന്നത് എന്നുള്ള രീതിയിലേക്ക്. സോ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതത്ര ഈസി അല്ല. പക്ഷെ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് വരും ദിവസങ്ങളിൽ ഈ മൂസയും അവരുടെ അതിന്റെ ബാക്കിയുള്ള ആളുകളെയും കിട്ടും എന്നുള്ളത്. കാരണം അതാണ് ചരിത്രം. അവിടെ ഈ ശ്രീനഗറിലെ രാഷ്ട്രീയ റൈഫിൾസ് ആയാലും ശരി, ഇന്ത്യൻ ആർമി ആയാലും ശരി, പാരാ സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ ആയാലും ശരി, അവരുടെ ചരിത്രം അതാണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് അതാണ്. ആ ട്രാക്ക് റെക്കോർഡിൽ ചിലപ്പോൾ 1 or 2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ തന്നെയും അവരെ എവിടെ വേണം, കുൽഗാമിൽ കിട്ടിയില്ലെങ്കിൽ അവരെ പീർ പഞ്ചാലിൽ കിട്ടും, പീർ പഞ്ചാലിൽ കിട്ടില്ലെങ്കിൽ ഡോഡയിൽ കിട്ടും, എവിടെ ആയാലും അവരെ കിട്ടും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല ശ്രീയാനിൽ. കേണൽ ഡിന്നി, ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഈ ഭീകരവാദികളെ ജീവനോടെ പിടികൂടണം എന്നൊരു നിർദ്ദേശമാണല്ലോ മുകളിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണോ ഈ ദൗത്യം കൂടുതൽ ശ്രമകരമാവുന്നത്? അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്കറിയില്ല. അത് എത്രമാത്രം നമ്മൾ അത് എവിടുന്ന വന്നെന്നുള്ളതും ഓണസ്റ്റ്ലി എനിക്ക് അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ല. കാരണം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ ചാൻസസും കുറവാണ് ഷിയാനിൽ. അഫ്കോഴ്സ് നമ്മൾ അവരെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. കാരണം അജ്മൽ കസബിനെ പോലെ പിടിച്ചിട്ടുള്ള അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പോകുന്ന ഓപ്പറേഷനിൽ
അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വധിക്കാൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ അവർ സറണ്ടർ ചെയ്യേണ്ട രീതിയിലേക്ക് ആവണം. കാരണം അവരിൽ ഫയർ ചെയ്യാൻ റൗണ്ട്സ് ഇല്ല, കഴിക്കാൻ ഫുഡില്ല, വെള്ളമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ചിലപ്പോൾ അവരെ ജീവനോടെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവരൊക്കെ ട്രെയിൻഡ് സോൾജേഴ്സ് ആണ്. ഈ മൂസ എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സസിൽ ഉള്ള ആളാണ്. അവര് മരിക്കുന്നത് വരെയും അവർ വിടത്തില്ല. അത്രയ്ക്ക് മാത്രം ഈ എന്താ പറയുക റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ അത്രമാത്രം ഈ ഭീകരവാദം ഉള്ളിൽ നടക്കുന്ന വിഷമായിട്ട് ഉള്ളിൽ നടക്കുന്ന ആളുകളാണ്. പലപ്പോഴും ഡ്രഗ്സും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരിക്കലും അവരങ്ങനെ സറണ്ടർ ചെയ്യുന്ന രീതിയെ നമ്മൾ കണ്ടിട്ടില്ല. വേണമെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് പോലും കമന്ന് കടന്നിട്ട് നമ്മൾ ഇത് പിക്ക് ചെയ്യുമ്പോൾ ഗ്രനേഡ് പൊട്ടുന്ന എത്രയോ ചരിത്രം നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടോണ്ട് എനിക്ക് തോന്നുന്നില്ല അവരെ ജീവനോടെ പിടിക്കുന്ന ഒരു എയിം പ്ലസ് ആണ്. അതായത് അങ്ങനെ കിട്ടിയാൽ നല്ലത്. പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരെ തീർക്കുക എന്ന് തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്യം. യെസ് യുവരാജ്, നമ്മുടെ സേന സുസജ്ജമാണ്, എല്ലാവരും ഉണർന്ന് ഇരിക്കുകയാണ്. എങ്ങനെയായിരിക്കും സൈനിക ഇടപെടൽ? എന്താണ് താങ്കളുടെ പ്രതീക്ഷ? അല്ല, സൈന്യത്തിന് ഇപ്പോൾ ഫ്രീ ഹാൻഡ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം അതിൻ്റെ മൈറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മളിത് അവരുടെ പുറത്തൊരു പ്രഷർ നൽകുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പുറത്തൊരു ഓവർ ബർഡൻ ഒന്നുമല്ല. ഇന്ത്യൻ ആർമിക്ക് അറിയാം എന്താണ് ചെയ്യുന്നത്. അവരിതിനു മുമ്പും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലാവട്ടെ, ഉറിയിലാവട്ടെ, ഉറിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, ഉറി കഴിഞ്ഞ് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ആവട്ടെ, ബലാക്കോട്ടിലാവട്ടെ, അവർ കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്താണോ നടക്കേണ്ടത് അത് ഒരു ഭാഗത്ത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ദിവസം UN-ൽ ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് എ റോക്ക് നേഷൻ എന്നാണ്. അതിനെ പച്ച മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തെറിയായിട്ട് അവശേഷിക്കും. അത്തരത്തിലുള്ള ഒരു തെമ്മാടി രാജ്യം എന്നുള്ള നിലയിൽ കുറച്ചുകൂടി നമുക്ക് മയപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെമ്മാടി രാജ്യം എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം UN-ൽ. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയിരിക്കുന്നതല്ല, കൃത്യമായ എവിഡൻസോടുകൂടി പാകിസ്ഥാനാണ് ഇതിൻ്റെ പിറകിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ള, സൈനികരെ പോലും അല്ല, ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയൻസ് 10-26 പേരെ തിരഞ്ഞു പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ മതം നോക്കി അവരുടെ മതം ഇസ്ലാം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൊന്നിട്ട് പോയിരിക്കുക എന്നുള്ള തലത്തിലുള്ള ഏറ്റവും ഹീനമായ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ലോകരാജ്യങ്ങളുടെ മുൻപിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കുവാനും അവരർഹിക്കുന്ന ഭാഷയിൽ അവരെ ലോകത്തിൻ്റെ മുമ്പിൽ വിശേഷിപ്പിക്കുവാനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെറും ഒരു വിശേഷണമല്ല. ഇവിടെ ഇപ്പോൾ കേണൽ ഡിന്നി സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരാകട്ടെ, ഇവർക്ക് മതതീവ്രവാദം എന്ന് പറയുന്ന വിഷം ഇവരുടെ തലയിലേക്ക് കയറിയിരിക്കുന്ന ആൾക്കാരാണ്. അത് ആ സൈന്യത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഭീകരരുടെ തലയിലോ മാത്രമല്ല ഈ സാധനം കയറിയിരിക്കുന്നത്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ തലയിലേക്കും ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തെമ്മാടി രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിത്തരം കാണിച്ച് മാത്രമേ അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ മുക്കാൽ ചക്രത്തിന് തല്ലാൻ പോകുന്ന ഗുണ്ടകളുടെ അവസ്ഥയിലുള്ള ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. മര്യാദയില്ല, മാന്യതയില്ല, ബഹുമാന്യതയില്ല, ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ചട്ടമ്പിയാണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ തെമ്മാടികളാണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ഗുണ്ടകളാണ് എന്ന് കാണിച്ച് മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭയം നിലനിർത്തുവാനും അവരുടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുവാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലുള്ള മുക്കാൽ ചക്രത്തിനുള്ള ഗുണ്ടായിസം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഞങ്ങളുടെ നാട്ടിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളിതെടുത്ത് പൊട്ടിക്കും. നമ്പ്യാർജി, നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ലോകത്ത് ആണവ രാജ്യങ്ങളായിട്ടുള്ള എത്രയോ രാജ്യങ്ങളുണ്ട് അല്ലേ? യൂറോപ്പിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്, US-ൻ്റെ കയ്യിലുണ്ട്, USSRൻ്റെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, ഈവൻ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ചൈനയുടെ കയ്യിൽ വരെ ഈ സാധനമുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ അല്ലാതെ വന്ന് നിന്ന് ലോകത്തിൻ്റെ മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട്, ഞങ്ങളിപ്പോൾ പൊട്ടി, ഇങ്ങനെ പൊട്ടി, ഇത്രയും നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്ന ഒരു രാജ്യത്തിന് ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ അതൊരു മൂന്നാംകിട രാജ്യമാണ്. ഈ മൂന്നാംകിട രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള വിഷമാണ്. ഞങ്ങൾ ലോകം മുഴുവൻ നടന്ന് പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന ആൾക്കാരാണ്, ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ ഭയന്നോളൂ എന്ന് പറയുന്ന തലത്തിൽ എന്താണ്, ശരീരം മുഴുവൻ അമേദ്യം തേച്ച് നടന്നു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ അവരിൽ നിന്ന് അകന്നു മാറി നടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ വൃത്തികെട്ട ഗുണ്ടായുസവുമായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മൂന്നാംകിട എന്ന് പറയാൻ പോലും പറ്റില്ല, നാലാംകിട രാജ്യം ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു രാജ്യത്തിനെ
പാകിസ്ഥാനെ എതിരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പന്നികളുടെ കൂടെ ഗുസ്തി പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ദേഹത്ത് ചെളിയാകുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യമുണ്ട്. കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഭാരതം നിൽക്കുന്നത്. ഇന്ന് US ആവട്ടെ, USSR ആവട്ടെ, ലോകത്തിലെ ഏത് വൻശക്തികളാവട്ടെ ഭാരതത്തിനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് തുല്യരായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുക എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളങ്ങനെ ഉയർന്നു പോകണ്ട, ഞങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപിക്കലും കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വയം നാറാനും സ്വയം ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ളത്. ഒരുപാട് നഷ്ടപ്പെടാനെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യതയും ബഹുമാന്യതയും മാത്രമൊന്നുമല്ല, നമ്മളൊരു വളരെ ഫാസ്റ്റായിട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് നമ്മൾ. ഒരു പരിധിവരെ US-നും ചൈനയ്ക്കും ഒക്കെ നമ്മൾ വരുന്ന അധികം പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെയൊക്കെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോണമിയായി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 2027-28 കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്കോണമി ആകണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്നും യാതൊരു പദ്ധതിയോ യാതൊരു പരിപാടിയോ അവരുടെ ഒന്നും അടുത്തൊരു 100 വർഷത്തേക്ക് പോലും അവരുടെ ഉണ്ടാകാൻ പോകുന്നില്ല. 100 വർഷമൊക്കെ രാജ്യം ഉണ്ടാകുമെന്ന് തന്നെ കണ്ടറിയണം. എന്നാലും ഞാൻ പറഞ്ഞാണ് അടുത്തൊരു ഒരു സെഞ്ചുറിയിലേക്ക് അത്തരത്തിലുള്ള യാതൊരു പരിപാടിയൊന്നും അവരുടെ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. മറ്റൊരു സൈന്യത്തോട് മാത്രമല്ല എതിരിടേണ്ടി വരുന്നത്. ഈ പറയുന്ന പോലെ താലിബാനിൻ്റെ മലനിരകളിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മുടെ സൈന്യവും യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അവിടെ വാർ നിയമങ്ങളൊന്നും തന്നെ, ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങളൊന്നും തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല. സൈന്യത്തിനെ ആക്രമിക്കുന്നു എന്നുള്ളതൊന്നും ഇല്ല. അവർ സൈന്യത്തിനെ അല്ല ആക്രമിക്കുക, അവർ നേരെ ഇറങ്ങി സിവിലിയൻസിനെ ആക്രമിക്കുന്ന രാക്ഷസ കൂട്ടമാണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഭാഗത്തോടാണ് യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത്. അപ്പോൾ ഇന്ന് തിരിച്ചടിക്കണം, നാളെ തിരിച്ചടിക്കണം, മറ്റന്നാൾ ഇന്ന സമയത്ത് പോകണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സൈന്യത്തിനറിയാം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനൊരു കൂട്ടരെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ട് ധാരണയും നിശ്ചയം ഉണ്ടാവും. നമ്മുടെ ഭരണകൂടത്തിനും കൃത്യമായിട്ടുള്ള ധാരണയും നിശ്ചയം ഉണ്ടാവും. അപ്പോൾ അവരത് അവരുടേതായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകട്ടെ. നമുക്ക് കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉറിയിലല്ല പത്താൻകോട്ടിൽ ഫെബ്രുവരി 14 ആക്രമണം ഉണ്ടായത്. തിരിച്ചടിച്ചിരിക്കുന്ന ഫെബ്രുവരി 26. 12 ദിവസം എടുത്തു. പക്ഷേ ഉറിയിൽ ആക്രമണം ഉണ്ടാകുന്ന 48 മണിക്കൂർ 72 മണിക്കൂറിനകത്ത് തിരിച്ചടി നടക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഉറിയിൽ തിരിച്ചടി ഉണ്ടായ സമയത്ത് അവർക്കറിയാം പത്താൻകോട്ടിൽ വരുന്ന സമയത്ത് തിരിച്ചടി വരും. അപ്പോൾ അവർ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 12 ദിവസത്തെ സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ അവർ ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല, അവർ പല ലെയർ ആയിരിക്കും അവർ ഇത്തവണ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ കാഷ്വാലിറ്റി തീരെ ഇല്ലാതെയാക്കി തിരിച്ചടി നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ സമയമെടുക്കും, അതിൻ്റേതായ പ്രിപ്പറേഷൻ വേണ്ടി വരും. ലെറ്റ് ദം ടേക്ക് ദ ടൈം. ഓക്കെ, കേണൽ ഡിന്നി, താങ്കൾക്ക് പോകണമെന്നറിയാം. അതുകൊണ്ടൊരു ചോദ്യം കൂടി. യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിനൊരു നിലയും വിലയും ഉണ്ടല്ലേ? അതിൽ നിന്ന് നമുക്ക് താഴോട്ട് പോകാൻ പറ്റില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയോഗി തന്നെയല്ല അല്ലേ പാകിസ്ഥാൻ? അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ അനിൽ, യുവരാജ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ എത്രയോ നാളുകളായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ ചിന്തയിൽ പോലും ഇല്ല. പാകിസ്ഥാനിന് നമ്മളൊരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു തലവേദന മാത്രമാണ് വല്ലപ്പോഴും ഒക്കെ ഉള്ളെന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, പാകിസ്ഥാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ തിരിച്ചടി കൊടുക്കുമ്പോഴും ആ ഒരു കാര്യവും നമ്മളെ മനസ്സിനകത്ത് കാണും. കാരണം ഒരു കാരണവശാലും ഒരു പാരിറ്റി, അതായത് പാകിസ്ഥാൻ നമ്മളെ ലെവലിലാണ് എന്നുള്ള ഒരു രീതി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഇത് പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഇതുപോലെ തിരിച്ചടി കിട്ടാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ തിരിച്ചടിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രസക്തി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഇത് കാണായിരുന്നു, അവരുടെ പാർലമെന്റിൽ പാർലമെന്റിൽ ഒരു മെമ്പർ പറയുകയാണ്, ഞാൻ വണ്ടിയിൽ പോയപ്പോൾ ഒരു കാറിൽ
ഒരാൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ സിവിൽ ക്ലോത്ത്സിലായിരുന്നു. അകത്തിരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡ്രസ്സ് മാറ്റിയപ്പോഴാണ് അദ്ദേഹം ഒരു സൈനികനാണെന്ന് പറഞ്ഞത്. അതായത് നമുക്ക് വർദ്ധി ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, അതായത് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ലോഗൻ അല്ലെങ്കിൽ മുദ്രാവാക്യം യേ ജോ ദർശക ഗർദി ഹെ ഉസ്കെ പീछे വർദ്ധി ഹെ, അതായത് ഇവിടുത്തെ ഭീകരവാദികൾ ആരാണോ അതിന്റെ ബാക്കിൽ യൂണിഫോം ആണ് എന്നുള്ള മുദ്രാവാക്യമാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ഇതും കാണും. കാരണം പാകിസ്ഥാൻ സൈന്യം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കത്തില്ല. അതിന് പക്ഷെ എന്നാൽ ചെയ്യേണ്ട കാര്യം ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവരുടെ ലെവൽ ഒരിക്കലും ആവാൻ പറ്റത്തില്ല. അതുമാത്രമല്ല പാകിസ്ഥാനിന് വീണ്ടും ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാനും പോകുന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്രാവശ്യം പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കും നോവാൻ പോകുന്നത്, പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കും ഇതിന്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത്. അത് ഒരിക്കൽ മാത്രമായിരിക്കത്തില്ല, ഒരു സീരീസ് ഓഫ് അടികളായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രത്യക്ഷം അപ്രത്യക്ഷമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിന് അടി കിട്ടാൻ പോകുന്നത്. കേണൽ ആർ കെ നായർ, പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ഒരു മെസ്സേജ് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. പറഞ്ഞത് യുദ്ധം സമാഗതമായിരിക്കുന്നു, എല്ലാവരും കരുതിയിരിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാർത്താ വിനിമയ പ്രക്ഷേപണ മന്ത്രിയാണ് അങ്ങനെ ഒരു സന്ദേശം സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രിപ്പയർഡ് ആയിരിക്കുമോ? ഇന്ത്യയിൽ നിന്ന് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും. അത് എങ്ങനെയുള്ള തിരിച്ചടി ആയിരിക്കും എന്ന് അവർക്കറിയില്ല. പക്ഷേ സമാനതകൾ ഇല്ലാത്ത, സങ്കല്പിക്കാത്ത തരത്തിലുള്ള ശിക്ഷയായിരിക്കും കൊടുക്കുക എന്ന് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധിക്കാനുള്ള കരുത്ത്, കെൽപ്പ് പാകിസ്ഥാൻ സേനയ്ക്കുണ്ടോ? ഗുഡ് ഈവനിങ് അനിൽ നമ്പ്യാർ. ഗുഡ് ഈവനിങ്. ഏതായാലും ഈ പർട്ടിക്കുലർ ക്വസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള ശേഷി വളരെയധികം കുറഞ്ഞൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ആർമി എന്നുള്ളത്. കാരണം അവരുടെ എക്കണോമിക് വിൻഡോ ആയാലും അവരുടെ മിലിറ്ററി വിൻഡോ ആയാലും ഒക്കെ തന്നെ അത് വളരെ ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അവിടെ ഉള്ളത്. നമ്മളിവിടെ സർക്കാർ, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 മാറ്റി, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടത്തി. അതിനുശേഷമുള്ള സിറ്റുവേഷൻ നമുക്കറിയാം. കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ ഒരുപാട് ഒഴുകിയെത്തുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇന്നത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കാശ്മീരികൾക്ക് ആർക്കും തന്നെ ഈ ഭീകരവാദ പ്രസ്ഥാനവുമായി സഹകരിക്കാനുള്ള യാതൊരു മനസ്സുമില്ല എന്ന് പറയാം. കാരണം അവരുടെയൊക്കെ ഉപജീവനം എന്ന് പറയുന്നത് ഈ ടൂറിസം സെക്ടറാണ്. ടൂറിസം സെക്ടറിനെയാണ് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഉപജീവനത്തിനായും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെയായി തന്നെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാശ്മീർ വളരെയധികം പുരോഗതിയുടെ പാതയിലേക്ക് പോകുമ്പോൾ കാശ്മീർ എന്ന അവരുടെ അജണ്ട എപ്പോഴും പാകിസ്ഥാൻ ആർമിയുടെ അജണ്ട അവരുടെ കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത് കാശ്മീർ എന്നൊരു അജണ്ടയുടെ മുകളിലാണ്. ആ അജണ്ട ഇല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഫോറിൻ ഫണ്ടിങ്ങും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ കണ്ടു, നേരത്തെ അവർ താലിബാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് അമേരിക്കയുടെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു, അമേരിക്കയുടെ ഫണ്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എന്താണ് അവർ നോക്കുന്നത് എന്താണെന്ന് കരുതിയാൽ ഈ കാശ്മീർ എന്ന അജണ്ടയുടെ മുകളിൽ അവർക്ക് മുസ്ലിം മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും ഉള്ള സഹായം, പണം ആവശ്യമുണ്ട്. അവിടെ മിസ്റ്റർ അനിൽ നമ്പ്യാർക്ക് അറിയാമെന്ന് കരുതുന്നു, അവിടെ സേന നടത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ഡ്രഗിൻ്റെ ബിസിനസ്. ഡ്രഗിൻ്റെ ബിസിനസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം അവർക്കുണ്ടാകുന്നത്. ആ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമി സർവൈവ് ചെയ്യുന്നത് തന്നെ. അവിടുത്തെ ജനറൽമാരൊക്കെ തന്നെ വ്യവസായത്തിലേക്കാണ്. അവർക്ക് ടാക്റ്റിക്കലായിട്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കോ ആയിട്ടുള്ള മിലിറ്ററിയെ ബിൽഡപ്പ് ചെയ്യാനുള്ള യാതൊരു കാര്യത്തിലും താല്പര്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് ധനമുണ്ടാക്കണം. അതൊക്കെ തന്നെ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച് അവർ വലിയ ധനികരായി മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. എന്തായാലും ഇങ്ങനെയൊരു
പഹൽഗാമിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ളൊരു തിരിച്ചടി പ്രതീക്ഷിക്കും. കാരണം നമ്മുടെ സർക്കാർ അത് പുൽവാമയ്ക്ക് ശേഷമുള്ള സ്ട്രൈക്കായാലും ഉറി ഇൻസിഡൻറ്റിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കായാലും പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ കാത്തിരിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തുണ്ടായി കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ സന്നദ്ധമായ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മിലിറ്ററി കേപ്പബിലിറ്റിയും നമുക്കുണ്ട് എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല എന്ന് പാകിസ്ഥാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ഇറക്കാൻ വേണ്ടി കാരണം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മീറ്റിംഗ് നടന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ആർമി, നേവി, എയർഫോഴ്സ് ചീഫ്, CDS ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. എല്ലാവരും ചേർന്ന് ഉള്ള മീറ്റിങ്ങിൽ ആണ് പ്രൈം മിനിസ്റ്റർ മോദി അങ്ങനെ ഒരു ഡിസിഷൻ ആം ഫോഴ്സസിന് കൊടുത്തിരിക്കുന്നത്. കാരണം അവരാണ് തീരുമാനിക്കേണ്ടത്, ആം ഫോഴ്സസ് ആണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് എവിടെ നമ്മൾ എന്ത് തരത്തിലുള്ള ആക്ഷൻ റിട്ടാലിയേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്തം ആം ഫോഴ്സസിനാണ്. എപ്പോഴും നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് അനുസരിച്ച് നമ്മുടെ ആം ഫോഴ്സസ് ഉചിതമായ മറുപടി കൊടുക്കും എന്നുള്ളതിൽ പാകിസ്ഥാന് യാതൊരു സംശയമില്ല. അത് എപ്പോഴാണ്, എവിടെയായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ തന്നെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്കറിയാം, ബാലക്കോട്ട് നടന്ന സമയത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്ന സമയത്തൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ജനങ്ങൾ ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞത്. അതുകൊണ്ട് നമുക്കെന്തായാലും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതെപ്പോഴാണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, എത്രമാത്രം ഫോഴ്സ് ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആം ഫോഴ്സസിൻ്റെ ഉയർന്ന കമ്മിറ്റി തീരുമാനിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. യെസ്, കേണൽ നായർ, നമുക്ക് നന്ദഗോപനിലേക്ക് പോകാം. നന്ദഗോപൻ ശ്രീനഗറിൽ ഇരിക്കുകയാണ്. നന്ദഗോപൻ, മുഖത്ത് ക്ഷീണം കാണാം, ക്ഷീണിതനാണ്, അലച്ചിൽ ആണ്, എല്ലാം അറിയാം. നന്ദഗോപൻ ഈ സൈന്യം കടന്നുപോയ വഴികളിലൂടെ ഇന്ന് സഞ്ചരിച്ചു. തത്സമയം ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. സൈനിക നീക്കങ്ങൾ അതൊരു കാരണവശാലും അത് പുറം ലോകത്തെ അറിയിക്കരുത് എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടല്ലോ. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ശ്രീനഗറിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അവിടെയുള്ള ചലനങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? നമ്പ്യാർ, ഈ അതിർത്തി മേഖലയിലെല്ലാം സുസജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അതിർത്തി മേഖലയിലേക്ക് കൂടുതൽ സൈനിക നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ദൃശ്യങ്ങൾ അതിൻ്റെ ഒപ്പിയെടുത്തതാണ്. മാത്രമല്ല ഇന്നും നമ്മളത് കണ്ടതാണ്. നിരവധി സൈനിക വാഹനങ്ങൾ കോൺവേ ആയിട്ട് അതിർത്തി മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഏത് തരത്തിലുള്ള അറ്റാക്ക്, നമുക്ക് ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ തുരുതുര വെടിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശക്തമായ മറുപടിയാണ് ഭാരതത്തിൻ്റെ BSF നൽകിയിട്ടുള്ളത്. അതായത് ചെറിയ തോക്കുകളും മറ്റും ഉപയോഗിച്ച് ഇങ്ങോട്ട് വെടിയുതിർക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം BSF നടത്തുന്നുണ്ടായിരുന്നു. ഈ വരും രാത്രികളിലും സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ ഭാരതത്തിൻ്റെ സൈന്യം നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും, അതായത് അവിടെ യുദ്ധം ചെയ്യാൻ ആളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിലെ അംഗങ്ങൾ ഭാരതത്തോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ ഭയപ്പെട്ട്
പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. പലരും ജോലി രാജിവെച്ച് മറ്റ് കാർഷിക വൃത്തിയിലേക്കും മറ്റും പോകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇതിനോടകം തന്നെ ഏതാണ്ട് 100 കണക്കിന് പാകിസ്ഥാൻ സൈനികർ ജോലി രാജിവെച്ച് മടങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും അവർക്കറിയാം ഭാരതം മുന്നോട്ട് ഒരു ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുണ്ട്. അവർക്ക് മരണമല്ലാതെ മറ്റു പോംവഴികളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മരണം പ്രാപിക്കുന്നതിലും നല്ലത് മറ്റ് ജോലികളിലേക്ക് പോകുന്നതാണ് ഉത്തമമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഉദ്യോഗസ്ഥർ, അതും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ജോലി രാജിവെച്ചു പോകുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്നുമുള്ള സൈന്യത്തിന്റെ മേധാവി തന്നെ ഒളിവിൽ പോയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതെ. പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെ ഒളിവിൽ പോയി. അയാൾ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല അയാളുടെ കുടുംബത്തെ ഇതിനോടകം തന്നെ മറ്റ് വിദേശ രാജ്യത്തേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അത് സൈനിക മേധാവി മാത്രമല്ല, ഉപമേധാവി അടക്കമുള്ള ആൾക്കാർ ഇതിനോടകം തന്നെ അത്തരത്തിൽ കുടുംബങ്ങളെ പൂർണ്ണമായും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമാക്കി മാറ്റിക്കഴിഞ്ഞു. അവരിപ്പോൾ ബങ്കറിനുള്ളിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ പോലും ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജോലി ഇനി വേണ്ട, ആ ശമ്പളം തങ്ങൾക്ക് വേണ്ട എന്നുള്ള അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോലി രാജിവെച്ച് ഒഴിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാര്യം ഭാരതം അത്രമാത്രം തയ്യാറെടുത്ത് നിലകൊള്ളുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, വസുദൈവ കുടുംബകം, ലോകമൊരു കുടുംബം എന്നുള്ളതൊക്കെ നമ്മൾ ആ ആദർശത്തിലൂന്നിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഭാരതം സഹിച്ചു, ക്ഷമിച്ചു. ഇനിയും താഴാൻ കഴിയില്ല എന്നുള്ളതാണ്. 2014 മുമ്പുള്ള സാഹചര്യമല്ല 2014 ശേഷം എന്നുള്ളത് പാകിസ്ഥാന് വളരെ വ്യക്തമായിട്ടറിയാം. അതായത് മുൻപ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്തരമൊരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. ഇതിനോടകം തന്നെ 3 സൈനിക മേധാവിമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിങ്ങൾക്ക് സൈനിക ഓപ്പറേഷനുകളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരം ഒരു അനുവാദം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൈന്യം ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിന് നമ്മൾ തട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരം വിവരങ്ങൾ പുറത്ത് വിടാത്തതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും നമ്മൾ ഈ മേഖലകളിലേക്ക് കടന്നാക്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ അതിർത്തി മേഖലകളിൽ നിന്നും നമുക്ക് ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണ്. അതായത് ഈ രാത്രികാലങ്ങളോ അല്ലെങ്കിൽ പകലോ എന്ന് ഭേദമില്ലാതെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള അടികളൊക്കെ തന്നെ അവിടെ നടത്തുന്നുണ്ട്, അവർക്ക് ചെറിയ കൊട്ടുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുപോലും താങ്ങാൻ, ആ പ്രഹരശേഷി പോലും താങ്ങാൻ പാകിസ്ഥാൻ സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ആൾക്കാർ, ഈ സൈനിക അംഗങ്ങൾ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും നമ്മുടെ ഈ അതിർത്തി മേഖലയിൽ പ്രത്യേകിച്ച് RR രാഷ്ട്രീയ റൈഫിൾസാണ് ഈ മേഖലകളിൽ ഇപ്പോൾ ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ കാവൽ നിൽക്കുന്നത്. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നോണ്ട് വരുന്ന ടീമുകളാണ് ഈ RR, അതായത് രാഷ്ട്രീയ റൈഫിൾസ് ഉള്ളത്. നമ്മുടെ വിവിധ റെജിമെൻറ്റുകളിൽ ഏറ്റവും വീരശൂര പരാക്രമികളായിട്ടുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ് RR എന്നുള്ളത്. ഒരുപക്ഷേ ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ കേണൽ അടക്കമുള്ളവർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കാൻ കഴിയും. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് RRഉം അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകൾ, പാരാ സ്പെഷ്യൽ ഫോഴ്സുകളൊക്കെ തന്നെ ഈ മേഖലകളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഭാരതം തയ്യാറാണ്. ഒരു ഉത്തരവ്, ഡൽഹിയിൽ നിന്നും യുദ്ധം തുടങ്ങുവാൻ ഒരു ഉത്തരവ് ലഭിച്ചാൽ ആ സെക്കൻഡിൽ പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കുവാനുള്ള ശേഷി, അത്തരം പ്രഹരണ ശേഷി ഭാരതത്തിനുണ്ട്. അത് ഭാരതത്തിൻ്റെ സൈന്യം അതിന് സുസജ്ജമാണ് എന്നുള്ളതാണ്. ആ ഫ്രണ്ട് ലൈനിൽ ഏതാണ്ട് 3 തരം സെക്യൂരിറ്റിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലൈനിൽ നമ്മുടെ സൈന്യം നിൽക്കുന്നു, തൊട്ടു പിന്നാലെ നമ്മുടെ അർദ്ധ സൈനിക വിഭാഗമായ CRPF നിൽക്കുന്നു, അതിന് പിന്നിലായി ജമ്മു കാശ്മീർ പോലീസിൻ്റെ സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സ് നിൽക്കുന്നു. ഇങ്ങനെ 3 തരം ഫോഴ്സുകൾ അല്ലെങ്കിൽ 3 ലെയർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുറത്തു വന്ന ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടും മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുമുണ്ട്. IS ഭീകരർ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ കാശ്മീരിലെ ശ്രീനഗർ അടക്കമുള്ള മേഖലകളിൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അത് അത്തരം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വളരെ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ. നമ്മളിപ്പോൾ കാശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ തെരുവുകളിലും 4 ആൾ കൂടുന്ന എല്ലാ മേഖലകളിലും സായുധധാരികളായിട്ടുള്ള സൈന്യത്തിൻ്റെയും CRPFിൻ്റെയും ഒക്കെ തന്നെ സാന്നിധ്യം കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്കൂളുകൾക്ക്, ആശുപത്രികൾക്കൊക്കെ തന്നെ കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നുണ്ട്. ISൻ്റെ ഒരു നീക്കവും
ഇവിടെ വിലപ്പോകില്ല, അല്ലെങ്കിൽ വിലപ്പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് സൈന്യം കണക്ക് കൂട്ടിയിരിക്കുന്നത്. അത്തരം പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പൊതുവെ ഈ കാശ്മീർ ജനത എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ യുദ്ധസമാനമായിട്ടുള്ള ഈ സ്ഥിതിവിശേഷത്തെ കാശ്മീർ ജനത എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അനിൽ നമ്പ്യാർ, അതായത് രണ്ട് തരം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതായത് ചിലർ പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. അതായത് ഹിതപരിശോധന നടത്തി സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന, ഇപ്പോഴും തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പലരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കശ്മീരിന് പ്രത്യേക പ്രൈം മിനിസ്റ്റർ വേണം, കശ്മീർ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു വിഭാഗം 2014 ശേഷം മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. അതായത് 2014 മുമ്പ് അർത്ഥപട്ടിണിയിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തിന് ഇന്ന് അവരുടെ കയ്യിലേക്ക് ധാരാളം പണം എത്തുകയാണ്. 2014 ശേഷം ജമ്മു കാശ്മീരിലെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിയിരിക്കുകയാണ്. അതായത് എല്ലാ മേഖലകളിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ടൂറിസ്റ്റുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് വലിയ രീതിയിൽ ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കയ്യിലേക്ക് പണം എത്തുന്നു. നേരത്തെ ഈ തീവ്രവാദികളുടെ ഒപ്പം നിന്ന് അവർ കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കൊടുത്താൽ അതുപയോഗിച്ച് അന്നം വാങ്ങിക്കുന്നവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരെങ്കിലും. മാത്രമല്ല സൈന്യത്തിനും പോലീസിനും അതേപോലെ തന്നെ CRPF ഒക്കെ നേരെ കല്ലെറിയാൻ തുരിയുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 22-ാം തീയതി അക്രമം കഴിഞ്ഞ് 23-ാം തീയതിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ബന്ദ് ആചരിച്ചു. അതായത് തീവ്രവാദത്തിന് കാശ്മീരിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് മുഴുവൻ കടകമ്പോളങ്ങളിലും അടച്ചിട്ട് വാഹന ഗതാഗതങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി, അതേപോലെ തന്നെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിട്ട് വലിയ രീതിയിലൊരു ബന്ദ് ആചരിക്കുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ കാശ്മീരിൻ്റെ ചരിത്രത്തിൽ നേരത്തെ തീവ്രവാദികൾ ആക്രമിക്കപ്പെട്ട് ഭാരതത്തിൻ്റെ സൈന്യം അവരെ കൊല്ലുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ബന്ദ് ആചരിക്കുന്നതെങ്കിൽ, ഇന്ന് ഭാരതത്തെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാരതത്തിന് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ സാധാരണക്കാരെ ആക്രമിച്ചപ്പോൾ അവർ ഈ ബന്ദ് ആചരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. വലിയ ഒരു പരിണാമമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പരിണാമം കുറച്ച് ആൾക്കാരെങ്കിലും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ഇത് ഉൾക്കൊള്ളുമ്പോഴും ന്യൂനപക്ഷമായ ഒരു വിഭാഗം, വളരെ ചുരുങ്ങിയ ആൾക്കാരെങ്കിലും മറ്റു രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ തീവ്രമായ മതവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാശ്മീരിനെ ഇസ്ലാമികർ ആക്രമിക്കണമെന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഈ കാശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അത്തരം ആൾക്കാരാണ് ഈ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതും മാത്രമല്ല ഈ തീവ്രവാദികൾക്ക് വേണ്ട വളം നൽകുന്നതും അവരാണ്. നമുക്ക് ഈ ബൈസരൻ വാലിയിൽ തീവ്രവാദികൾ അവരെ ഈ വെടിയുതിർത്തതിന് ശേഷം കാട്ടിലൂടെയായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്, ബൈസരൻ വാലിയിൽ തീവ്രവാദ ആക്രമണം നടത്തി അവരുടെ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുണ്ട്, അതേപോലെ തന്നെ നാവിഗേഷണൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ദിശ നോക്കി സഞ്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെ ഈ ബൈസരൻ വാലിയിൽ നിന്നും അവർ സഞ്ചരിച്ച പാത നോക്കുമ്പോൾ അവർ അനന്തനാഗിലേക്കാണ് പോയത്. പിന്നീട് അവർ ത്രാലിലേക്കാണ് പോയത്. ത്രാൽ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദികളുടെ ഒരു വലിയ ഹബ്ബായിരുന്ന ഒരു സ്ഥലമാണ്. അതായത് അവിടെ പോലീസിനോ അല്ലെങ്കിൽ സൈന്യത്തിനോ പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ത്രാൽ. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു തീവ്രവാദിയുടെ വീട് ഭാരതത്തിൻ്റെ സൈന്യം രാത്രിയിൽ ബോംബ് വെച്ച് തകർത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലേക്കുള്ള മാറ്റം വന്നു. അങ്ങനെ ഈ ത്രാലിലേക്ക് ഇവർ എത്തപ്പെട്ടു. ത്രാലിലെ ചില ഗ്രാമവാസികൾ ഇവർക്ക് സംരക്ഷണം ഒരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇപ്പോൾ ഈ ഗ്രാമവാസികൾ ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. ഇവർക്ക് സംരക്ഷണം ഒരുക്കിയതിൽ NIA കസ്റ്റഡിയിൽ അവർ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ത്രാലിൽ നിന്നും അവർ സഞ്ചരിച്ച് എത്തിയത് അനന്തനാഗിലേക്കും അതേപോലെ തന്നെ ഈ കുൽഗാം മലമേഖലയിലേക്കുമാണ്. നിലവിൽ അവർ ഈ കുൽഗാം മലമേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സൈനിക വൃത്തങ്ങൾ. അവരെ നേരത്തെ യഥാർത്ഥത്തിൽ കൊല്ലാൻ കഴിയുമെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പ്രത്യേക ദൗത്യ സംഘമാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്. അതിൽ നമ്മുടെ പാരാ കമാൻഡോസ് ഉണ്ട്, ഒപ്പം തന്നെ CRPFൻ്റെ കമാൻഡോസ് ഉണ്ട്, ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോസ് ഉണ്ട്. ഇങ്ങനെ ഒരു 3 വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ദൗത്യ സംഘമാണ് ഇവർക്ക് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെ നേരത്തെ വധിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പക്ഷേ ജീവനോടെ പിടികൂടണം, അതാണ് അല്ലേ ഉദ്ദേശിക്കുന്നത്, അതാണ് ലക്ഷ്യമിടുന്നത്. അതെ. കാര്യം പാകിസ്ഥാൻ്റെ മുഖം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കണമെങ്കിൽ ഈ ഭീകരവാദത്തിന് പാകിസ്ഥാൻ എത്രമാത്രം, അല്ലെങ്കിൽ പെഹൽഗാം അക്രമത്തിന് പിന്നിൽ അവർ ഇതിനോടകം തന്നെ കൈയൊഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി തെളിയിക്കാൻ തെളിവുകൾ നമ്മുടെ പക്കം അനേകമുണ്ട് എങ്കിലും അവരെ മുൻനിർത്തി അവരെ കൊണ്ട് തന്നെ പറയിക്കാൻ കഴിയണമെങ്കിൽ അവരെ ജീവനോടുകൂടി പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 7 ദിവസം ഈ ഒരു ഡിലേ വന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. വധിക്കാനായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരത്തെ
നേരത്തെ ഈ പറയുന്ന രീതിയിൽ ഈ സംഭവം നടന്ന 4ാമത്തെ ദിവസമാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഈ ഭീകരവാദികളുടെ. അവരുടെ ഏകദേശം ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ അവർ അകപ്പെട്ടതാണ്. പക്ഷേ അവരുടെ കയ്യിലും മോസ്റ്റ് മോഡേൺ ആയുധങ്ങളുണ്ട്, ചൈനീസ് നിർമ്മിത ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ വധിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിയുമായിരുന്നു അന്ന്. പക്ഷേ സൈന്യം അതിന് തുനിഞ്ഞില്ല, ഈ പ്രത്യേക ദൗത്യ സംഘം അതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. പ്രത്യേക നിർദ്ദേശമുണ്ട്, ഇവരെ ജീവനോടുകൂടി തന്നെ പിടികൂടി ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ തീവ്രവാദം അത് തുറന്നു കാട്ടുവാൻ വേണ്ടി അവരെ മുന്നിൽ നിർത്തണം എന്നുള്ളത് കൃത്യമായും ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. നമ്പ്യാർ, പാകിസ്ഥാൻ സൈനിക മേധാവി നേരത്തെ നന്ദഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല മിലിറ്ററിയിൽ നിന്ന് പലരും രാജിവെക്കുന്നു. ഇന്ത്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് അവർക്ക് കെൽപ്പില്ല. ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരുടെ കയ്യിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളാണ്. അത് വെച്ചാണ് അവർ ഭാരതത്തെ കടന്നാക്രമിക്കുന്നത്. എന്തായാലും വൈകിയ വേളയിലെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബോധ്യം വന്നിട്ടുണ്ട്, പ്രസ്താവന ഇറക്കുന്നതിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമീപനം അത് മോശമല്ലേ, തെറ്റല്ലേ വസന്ത്? അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എന്താണ് പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ? നമ്മളോടൊപ്പം തന്നെ സ്വതന്ത്രമായ ഒരു രാജ്യമാണത്. എന്നാൽ ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് ഇന്ന് പാകിസ്ഥാൻ. നിവർന്നു നിൽക്കാൻ പോയിട്ട്, നട്ടെല്ലൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പോയിട്ട്, മുട്ടുകാല് വിറയ്ക്കാതെ ഉയർന്നു നിൽക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ചില കുഞ്ഞു കുട്ടികൾ കാണിക്കുന്നത് പോലെ ഇന്ത്യയുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ വളർച്ച നിങ്ങൾ പറയുന്നത് 2014 മുതലാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഈ രാജ്യം സ്വതന്ത്രമായ കാലം തൊട്ട് 2025 വരെ, അതിൽ നിങ്ങളുടെ കാലഘട്ടവുമുണ്ട്, 25 വരെയുള്ള വിവിധ സർക്കാരുകൾ, അതിൽ വാജ്പേയിയുടെ സർക്കാരുണ്ട്, നിങ്ങളുടെ സർക്കാരുണ്ട്, ഞങ്ങളുടെ സർക്കാരുകളുണ്ട്. ആ സർക്കാരുകൾ നമ്മൾ ഒന്നാകെ നേടിയെടുത്ത വികസനമാണ്. ആ വികസനത്തെ നോക്കി, ആ പ്രോഗ്രസീവ്നെസ്സിനെ നോക്കി കൊഞ്ഞനം കുത്താനും കുറച്ച് തീവ്രവാദികളെ ഉപയോഗിച്ച് അതിന് മേൽ ചെളി വീഴ്ത്താനും ശ്രമിക്കാൻ മാത്രമേ ആ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബംഗറിൽ ഒളിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ നദികളിലൂടെ ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ രക്തം എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ട് ട്വിറ്ററിലും എക്സിലും പ്രസ്താവന പുറപ്പെടുവിക്കാനേ പാകിസ്ഥാൻ നേതാക്കൾ തൽക്കാലം സാധിക്കുകയുള്ളൂ. അതാണ് അവരുടെ അവസ്ഥ. അതൊരു ഭീകരവാദ രാജ്യമല്ല. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യം മാത്രമല്ല, അതൊരു ഭീരു രാജ്യം കൂടിയാണ്. ഭീരുക്കളാണ് അവർ എന്നതിൽ സംശയമില്ല. ഇനി അങ്ങനെ ചോദ്യം, ഞങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് ചിന്തിക്കേണ്ട. ശ്രീ അനിൽ നമ്പ്യാർ നോക്കൂ, ആദ്യമായി പഹൽഗ്രാം ആക്രമണം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഇത് പാക് സ്പോൺസേഡ് ആക്രമണമാണ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരേതാണ്? ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ്. ഞങ്ങൾ ഈ ആക്രമണം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ രാവിലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും പാക് സ്പോൺസേഡ് ആക്രമണം കോൺഗ്രസിന്റെ ഏത് നേതാവാ പ്രസ്താവന ഇറക്കിയത്? പറയാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങ് ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നം. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വിളിച്ചു ചേർത്ത കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു നേതാവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാസ്റ്റ് വാക്ക് എന്ന് പറയുന്നത്, അവസാന വാക്ക് എന്ന് പറയുന്നത് CWC ആണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവന അങ്ങേക്കും ലഭ്യമായിട്ടുണ്ട്, രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായി ഏറ്റവും ആദ്യം ഈ രാജ്യത്ത് ഇത് പാക് സ്പോൺസേഡ് ആണ്, പാകിസ്ഥാന്റെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര്, പറഞ്ഞ നേതാവിന്റെ പേര്, പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഖാർഗെയുടെ ട്വീറ്റിൽ ഞാനത് കണ്ടിട്ടില്ല. മാത്രമല്ല ഇസ്ലാമിക് ടെററിസം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചിട്ടുമില്ല. ആകെ അത് ഉപയോഗിച്ചത് ശശി തരൂരാണ്. അങ്ങേക്ക് നല്ല വിവരമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങേർക്ക് മാത്രമാണ് വിവരം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണ് പ്രശ്നം. ഡോക്ടർ തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും വിവരമുള്ളവരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തരൂർ മാത്രമല്ലെന്നേ, വളരെ കൃത്യം CWCയുടെ പ്രസ് റിലീസ് അങ്ങ് കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി ഏറ്റവും ആദ്യം അത് പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. രണ്ടാമത് ജയറാം രമേശ് ACC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത മാധ്യമ യോഗത്തിൽ ഈ CWC മീറ്റിംഗിന് ശേഷം സംസാരിക്കുമ്പോഴും ഇത് പാക് സ്പോൺസേഡ് ആണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്നത് അല്ല, കശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആരാണ് കശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ് എന്താണ് പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞ അള്ളാഹു നോക്കിക്കൊള്ളും, ഇവിടെ വികസനം വേണ്ട, ടൂറിസം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞത്. കാശ്മീരിലെ കോൺഗ്രസിന്റെ നേതാവ്. ഏത് നേതാവാണത്? അയാളുടെ പേര് ഞാൻ മറന്നുപോയി. നന്ദഗോപൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ആ പേര്.
അല്ല, കോൺഗ്രസിന് അവിടെ പല വഴിയെ പോകുന്നവരെല്ലാം പറയുന്നത് കോൺഗ്രസിന്റെ ഇപ്പൊ അതങ്ങനെയായി. അല്ല അത് എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണത്. കോൺഗ്രസ് ലീഡർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, ലോക്കൽ ലീഡർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുക. പോട്ടെ, അത് വിടാം. നമ്മുടെ കർണാടക മുഖ്യമന്ത്രി, അതുപോലെ നേരത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജ് ഉണ്ടായിരുന്ന BK ഹരിപ്രസാദ്, ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സോ? അല്ല എനിക്കറിയില്ല. നോക്കൂ, ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞു വെച്ചു, കോൺഗ്രസിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഒക്കെ അല്ല അവസാന വാക്ക്. AICC പ്രസിഡന്റ് പോലുമല്ല, അത് CWC ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്, പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിലിപ്പോ ബൂത്ത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഡിബേറ്റ് നടത്തിയപ്പോൾ INC കേരള അവരുടെ ഇതേപോലെ എക്സിലുള്ള ഒരു കുറിപ്പ്, അന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ റോണി K. ബേബി, കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹം പറഞ്ഞു ഇത് കോൺഗ്രസിൻ്റേതാവാൻ സാധ്യതയില്ല. നിങ്ങൾ എന്നെ കൺഫ്യൂഷനിലാണ്. ഏത് കോൺഗ്രസിന്റെ സാധ്യതയില്ലെന്നാണ് ശ്രീ റോണി K. ബേബി പറഞ്ഞത്? INC കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. INC ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ എക്സ് ഹാൻഡിലായിരുന്നു. എക്സ് ഹാൻഡിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. കേരളയാണ്, INC കേരളയിലാണ്. അല്ല, INC കേരള അല്ല, INC ഇന്ത്യയാണ്. INC ഇന്ത്യയാണ്. ഞാനത് ഇന്നലെ ഞാനും ശ്രീ റോണിയും തമ്മിൽ മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്ത് അത് വളരെ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തു വിട്ടതാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ, കേരളത്തിന്റെ അല്ല, ഔദ്യോഗികമായതിൽ നിന്നാണ് PM ഗായബ് എന്ന് പറഞ്ഞ ഒരു സാധനം വന്നിരിക്കുന്നത്. അതിനെയാണ് പാകിസ്ഥാനിലുള്ള മന്ത്രിമാരും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ എടുത്ത് നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത്. അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. കോൺഗ്രസ് സംബന്ധിച്ച് പ്രൊഫസർ റോണി K. ബേബിയോ അഡ്വക്കേറ്റ് വസന്തകുമ്പള്ളി അല്ല അവസാന വാക്ക്. ആ അവസാന വാക്ക് CWC ആണ്. CWC കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നിങ്ങൾ പറയുന്നത് ഒന്ന്, കോൺഗ്രസിന്റെ കേരള ഹാൻഡിൽ, ട്വിറ്റർ ഹാൻഡിലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. അത് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ ആരും വെറുതെ കൊണ്ടിട്ടോ നിങ്ങൾ പന്തം കൊളുത്തി ആട്ടം നടത്തിയിട്ടോ കാര്യമുണ്ടാവില്ല. രണ്ട്, കോൺഗ്രസിന്റെ ട്വിറ്റർ പേജിൽ INC ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിന് കൃത്യമായ നിലപാട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഇന്ന് AICC നേതാക്കൾക്ക്, ഞാൻ അടങ്ങുന്ന PCCകളുടെ സ്പോക്ക് പേഴ്സൺസിന് എല്ലാവർക്കും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് CWC ഈ തൽക്കാലം എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ സർക്കാരിന് അകവഴിഞ്ഞ പിന്തുണ എന്നുള്ളതാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, തൽക്കാലം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചടി നൽകുന്നോടം വരെ നമ്മൾ ഈ പറയുന്ന ഹിമാൻഷിയുടെ മൗനം, അവിടെ തളക്കെട്ടി കിടക്കുന്ന ആ മൗനമുണ്ടല്ലോ, ആ മൗനം ഭേദിക്കുന്നോടം വരെ സർക്കാരിന് ഏതറ്റം വരെയുള്ള പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അല്ലാതെ വാർഡ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ ഖണ്ഡിക്കാൻ നോക്കണ്ട. രണ്ടാമത്, സർക്കാരിന് ഏതറ്റം വരെയുള്ള ഏത് തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാം, പ്രതിപക്ഷത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടാവും. ഇത് പാക് സ്പോൺസർഡ് ടെററിസ്റ്റിക് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ CWC ആണ്. അതിനെ നിങ്ങൾ ഏതെങ്കിലും വാർഡ് പ്രസിഡന്റോ ബൂത്ത് പ്രസിഡന്റോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഖണ്ഡിക്കാൻ നോക്കിയാൽ BJP നേതാക്കളുടെ അറസ്റ്റിലായ, പാകിസ്ഥാന് സഹായം ചെയ്ത് അറസ്റ്റിലായ 1 ഡസൻ BJP നേതാക്കളുടെ കഥ ഞാനും പറയാം. അവരാരും നിങ്ങളുടെ ജില്ലാ നേതാക്കളൊന്നും ആവില്ല. ചിലപ്പോൾ മണ്ഡല നേതാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബൂത്ത് നേതാക്കളോ ഒക്കെ ആയിരിക്കും. ഒരു ഡസൻ അറസ്റ്റിലായത് വസന്ത, ഏത് BJP നേതാവ് അറസ്റ്റിലായതെന്ന്? അല്ല, അറസ്റ്റ് എത്രയോ പേർ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിന്റെ പേരിൽ വസന്തേ, ഈ വാട്സാപ്പിൽ വരുന്ന ഫോർവേഡ് എടുത്തോണ്ട് വരരുത്. നിങ്ങളുടെ ഈ ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷി ആയിരിക്കുന്നതിന്റെ വലിയൊരു പ്രശ്നമാണിത്. ഈ പല ലീഗ് നേതാക്കന്മാരും വന്നിരുന്നിട്ട് വാട്സാപ്പ് ഫോർവേഡ് എടുത്തോണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് വരണം. നമ്മൾ കൃത്യമായിട്ട് പേരും മേൽവിലാസവും സഹിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകും. അല്ല, ഈ ഹിന്ദു ധാരികളെല്ലാം BJP-കാരാണെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഉടൻ തന്നെ അതാണെന്നുള്ള വാട്സാപ്പിനകത്ത് അതെടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. എന്താണ് അയാൾ സംഖ്യ അറസ്റ്റ് ചെയ്തു. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയും ഒരാൾ കൊണ്ടുവന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ മറ്റൊരാൾ കൊണ്ടുവന്നിട്ട് മറുപടി ഇട്ടിട്ടുണ്ട്. അതൊരു വാർത്തയാണ്. RJD-യുടെ നേതാവാണ് ആ പറയുന്ന ആള്. പക്ഷേ ഈ പറയുന്ന ചില കോണുകളിൽ നിന്ന് ഹിന്ദു പേരാണെന്ന് കണ്ട അതെ സംഖ്യ പിടിച്ചു എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങ് ദയവ് ചെയ്ത് സോഴ്സ് കൃത്യമായി വെരിഫൈ ചെയ്തിട്ട് മാത്രം അത്തരം കാര്യങ്ങൾ പറയണമെന്ന് പറയാണ്.
അല്ല, അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരോ കേട്ടാ ശരി, അല്ല മുസ്ലിം പേരിനെ ക്രിസ്ത്യൻ പേരിനെ അല്ല. വസന്ത് പറയും, ഞാൻ ശേഷം മറുപടി പറയാം. കൃത്യമായി ചർച്ച നയിക്കുന്ന ശ്രീ അനിൽ നമ്പ്യാറിനോടും ഈ ചർച്ച നയിക്കുന്നു എന്ന് ഭാവിച്ച് ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവരാജിനോടും ഞാൻ ചോദിച്ചല്ലോ, ഏത് കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത്? ഞാൻ പറയാം, മറുപടി പറയാം. അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം സാർ. അങ്ങ് സംസാരിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. അതല്ലേ എന്റെ മര്യാദ. അതുകൊണ്ട് ഞാൻ ഈ ചർച്ച നയിക്കുന്നു എന്ന ഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് വസന്തേ. പക്ഷെ എന്നാലും BJP നേതാക്കൾ ഇതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. യുവരാജ്, അങ്ങാണ് ചർച്ച നടത്തുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണെന്നേ. അങ്ങ് ഇടപെട്ടോളൂ. ഞാൻ സംസാരിച്ച് നിർത്തിയ ശേഷമാണ് അങ്ങ് ഇടപെട്ടതെന്ന് പറയരുത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് ഫൈനലൈസ് ചെയ്തേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ആളോ ഇവിടെ നിൽക്കുന്ന ആളോ അല്ല ഇതിന്റെ ഫൈനൽ വേർഡ്. ആ ഫൈനൽ വേർഡ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് വ്യതിചലിച്ച് ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ കൃത്യമായി അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP നേരിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിലവിൽ എന്താണ്? നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു തളം കെട്ടി നിൽക്കുന്ന മൗനമുണ്ട്. അവിടെ തളം കെട്ടി നിൽക്കുന്ന ഒരു വേദനയുണ്ട്. അത് ഇന്ത്യക്കാരന്റെ വേദനയാണ്, ഹിമാൻഷിയുടെ വേദനയാണ്. ആ വേദന ഈ അന്യരാജ്യങ്ങളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന പാകിസ്ഥാനും മറുപടി കൊടുത്താലേ ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ. വസന്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിരോധ വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും മുഖവിലക്ക് എടുക്കേണ്ടേ? ഇനി അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം യുദ്ധഭൂമിയായി മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ്. നമുക്ക് ബങ്കറുകൾ വേണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, യുദ്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പലരും പറഞ്ഞു. അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? അത് എന്താ പ്രശ്നം? ഇവിടെയും പ്രശ്നമാണെന്ന് വായിച്ചില്ലേ നിങ്ങൾ? ആ പോസ്റ്റ് ഒന്നും വായിച്ചില്ലേ സന്ദീപ് വാര്യരുടെ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഒരു യുദ്ധമുണ്ടായ കേരളത്തെ ബാധിക്കും. അതായത് യുദ്ധമുണ്ടായാൽ അത് പഞ്ചാബിലും കാശ്മീരിലും രാജസ്ഥാനിലും ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. തീർച്ചയായും ശത്രു ലക്ഷ്യം വെക്കുന്ന ഒരു നഗരം കൊച്ചിയായിരിക്കും. ഇന്ത്യൻ നാവികസേനയും എയർഫോഴ്സും ശത്രുവിനെ നേരിടാൻ സദാ സജ്ജരാണെങ്കിലും നമ്മളും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും. എന്താ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ അത്? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നാളെ എഴുതിയിടും. ഞാനും ഈ മീഡിയ പാനലിസ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ നാളെ എഴുതിയിടുന്നതിനെല്ലാം കോൺഗ്രസ് ഓൺ ചെയ്യണോ? രണ്ട്, സന്ദീപ് വാര്യർ പറഞ്ഞതിനെ ചർച്ച ചെയ്യാം. എന്താ പ്രശ്നം? കൊച്ചി എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരമല്ലേ? അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവില്ലേ? കൊച്ചിയിലെ കേരളത്തെ മാത്രമല്ല, ആസന്നമായ ഒരു യുദ്ധം ഉണ്ടായാൽ ആ യുദ്ധം നമ്മുടെ രാജ്യത്തെ മുഴുവൻ ബാധിക്കും, നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും. സംശയമൊന്നും വേണ്ട. പക്ഷെ അതിന്റെ പേരിൽ ആത്മാഭിമാനം പണയം വെക്കാൻ രാജ്യം നിൽക്കരുത് എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. യെസ്, യുവരാജിന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് നേതാവിന്റെ പേര് സൈഫുദ്ദീൻ സോസ്. ഓക്കെ യുവരാജ് പ്ലീസ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അങ്ങയുടെ ഇന്നത്തെ അഭിപ്രായ പ്രകടനങ്ങളെ, അങ്ങയുടെ ഇന്നത്തെ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടേതായിട്ടുള്ള ശ്രീ KC വേണുഗോപാലിൻ്റേതായിട്ടുള്ള ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ബൂത്ത് തലം വരെയുള്ള നേതാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. ആരും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസിന് അത്തരത്തിലൊരു ബുദ്ധി ഉദിച്ചതിനകത്ത് കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ മുതൽ സകലരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചതിന്. ഒന്ന്. രണ്ട്, അങ്ങ് പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇത്തരത്തിൽ നിലപാടെടുത്തയാൾ രാഹുൽ ഗാന്ധിയാണ്. ഇതിനകത്ത് അദ്ദേഹമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിൻ്റെ പുറകിലെന്ന് പറഞ്ഞു. ഇതിനകത്ത് മതം കുത്തിക്കയറ്റരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഇത് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് പോയി പറഞ്ഞപ്പോഴും ബാക്കിയുള്ളിടത്തൊക്കെ പറയുന്ന സമയത്തുണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം വീട്ടുകാരോട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മതം കുത്തിക്കയറ്റിക്കൊണ്ടുവരുന്നതും ഇത് പാകിസ്ഥാനല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന ധ്വനിയിൽ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി പ്രതികരിക്കുന്നത് ശ്രീ റോബർട്ട് വധേരയാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളാണ്. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാതെ അദ്ദേഹം പുറത്തേക്ക് ഈ റോബർട്ട് വധേര സ്വന്തം അളിയനെ പറഞ്ഞ് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് ഹിന്ദുത്വ ഭരണം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ്
പറയാതെ അല്ല, നേരിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീ റോബർട്ട് വധേര. അതായത് പാകിസ്ഥാനല്ല ആക്രമണം നടത്തിയിരിക്കുന്നത്, പകരം ഇന്ത്യയിലെ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഒന്ന്. രണ്ട്, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ബൂത്ത് പ്രസിഡന്റ് ഒന്നുമല്ല. ഞാനിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇവിടുത്തെ MP കൂടിയായ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് പ്രശ്നമായി. നിങ്ങളുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ സിദ്ധരാമയ്യ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇത്രയും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ അറിയാത്തതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും സാഹചര്യത്തോട് ചേർന്ന് നിന്നും പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ഡോക്ടർ ശശി തരൂർ മാത്രമാണ്. അദ്ദേഹമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ഒരു സംഘം ചാവേറുകളാണ് ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നടത്തുന്നുണ്ട്, ലോകത്ത് ഒരു ശക്തിക്കും, അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഒരു ശക്തിക്കും അനന്തകാലത്തേക്ക് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ലാബ്സുകൾ തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ശക്തമായ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനം കയ്യിലുള്ളതാണ് ഇസ്രായേലും മൊസാദിന് താഴെ ഈവൻ അമേരിക്കയും അവരുടെ സംവിധാനങ്ങളും പോലും വരുള്ളൂ. ഇസ്രായേലിൽ മൊസാദിൻ്റെ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഹമാസ് കയറി നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അനന്തകാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 5, 6, 10 വർഷം കൂടുന്നതിനിടയ്ക്ക് ഒരു തവണയെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ലോകത്ത് എല്ലായിടത്തും പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിൽ എത്ര രാജ്യങ്ങളിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്? പാരീസിലുണ്ടായില്ലേ, ജർമ്മനിയിലുണ്ടായില്ലേ? എന്താ യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം ഇൻ്റലിജൻസ് സംവിധാനം മോശമായതുകൊണ്ടാണോ അതുണ്ടായിരിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ വസന്ത് പറഞ്ഞു ശശി തരൂരിന് വിവരമുണ്ട്, ശശി തരൂരിന് മഹാനായ നേതാവാണ്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ നേതാവായിട്ടുള്ള ഉദിത് രാജ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത്ര ചെറിയ ഒരു ബൂത്ത് ലെവൽ നേതാവൊന്നും അല്ല. നിങ്ങളുടെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് കമ്മിറ്റിയുടെ നാഷണൽ ചെയർമാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. ഉദിത് രാജ് ശശി തരൂരിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആൾക്കാർക്കിടയിൽ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു മാഹിയിലാണെന്ന് തോന്നുന്നു, പുതുച്ചേരിയിലാണെന്ന് തോന്നുന്നു, ഒരു നേതാവിനെ പുറത്താക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നിരുത്തരവാദ. അപ്പോൾ ഇത് ഏറ്റവും താഴെത്തട്ടിൽ മാത്രമല്ല, മുകൾ തട്ട് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ എക്സ് ഹാൻഡിലിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ്. അത് ഈ സമയത്ത് ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള നിലപാടുകളില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പരിധിവരെയും ഞാൻ ഏത് ചാനലിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് പോയിരുന്നാലും ഞാനായിട്ട് രാഷ്ട്രീയം തുടങ്ങി വെക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാം നിലപാടുകൾ അതങ്ങനെ ആയിരിക്കണം. രാജ്യം ഇപ്പോൾ ഒരു സമയത്ത് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അനാവശ്യമായി പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. നിങ്ങൾ ഈ ടുക്കടയും അതും ഇതും എല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ താഴെത്തട്ടിലുള്ള അണികളുടെ തലയിലേക്ക് വരെ ഈ ഒരു സംവിധാനത്തിനെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ദുഷ്ഫലമാണ് ഇന്നത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സമയത്തും പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നിങ്ങളുടെ നേതാക്കളുടെ പലരുടെയും പ്രസ്താവനകൾ പോകേണ്ടി വരുന്നതും നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് ഔദ്യോഗികമായിട്ട് ഒരു താക്കീത് ഇവിടെ പാകിസ്ഥാന് രാജ്യം താക്കീത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വന്തം അണികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താക്കീത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും കഴിഞ്ഞ 10-15 വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കിയാൽ, ഈ മുമ്പോട്ടെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിക്ക് തന്നെയാണ് നല്ലത്. ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ അങ്ങനെ അല്പം വൈകിയാണ് വന്നത്. ആദ്യം 2 മുൻ സൈനികർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, പാകിസ്ഥാനിലുള്ള സൈനികരുൾപ്പെടെയുള്ള ആൾക്കാർ, അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാനസികമായി അവർ കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. ഈ പറയുന്ന പല രാഷ്ട്രീയ നേതാക്കളും വലിയ തഗ് ഡയലോഗുകളൊക്കെ അടിക്കുകയും
അവരുടെ കുടുംബത്തിനെ അവിടുന്ന് രാത്രിക്ക് രാമാനം കൊണ്ടുപോയി ദുബായിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പാർപ്പിക്കുകയും ചെയ്യുന്ന തലത്തിലുള്ള ഭീരുത്വപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകട്ടെ, എങ്ങും പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. കാര്യം എന്താ, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് കേട്ടോ പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെ പ്രതിപക്ഷ നേതാവിനോട് ആ തരത്തിൽ ബഹുമാനം കാണിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ രാഷ്ട്രീയം ഇല്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചേർത്ത് തന്നെ പറയണം. ഇവിടെ ആരും ഗായബായിട്ടൊന്നുമില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, എല്ലാവരുടെയും കുടുംബങ്ങളും ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ സൈന്യത്തിൻ്റെ കുടുംബങ്ങളും ഇവിടെ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം വന്നാൽ നമ്മൾ നേരിടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇവിടുന്ന് ആരും ഒളിച്ചോടാൻ പോകുന്നില്ല. അത് കോൺഗ്രസ്സുകാരന് ഒളിച്ചോടാൻ പോകുന്നില്ല, BJP-കാരന് ഒളിച്ചോടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ സൈന്യത്തിൻ്റെ മേലും നമുക്കുള്ള വിശ്വാസമാണ്, നമ്മുടെ സംവിധാനങ്ങൾക്ക് മേലും നമുക്കുള്ള വിശ്വാസമാണ്. കഴിഞ്ഞ 7-7.5 പതിറ്റാണ്ടായിട്ട് ഈ രാഷ്ട്രം കെട്ടിപ്പടുത്തിരിക്കുന്ന അടിത്തറമേലുള്ള നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയം മറന്ന് തന്നെ പറയണം, ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. അവിടുന്ന് സൈനികരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുടുംബങ്ങളെ ഉൾപ്പെടെ അവരവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണുള്ളത്. ആ സമയത്ത് അവരുടെ ആൾക്കാർക്ക് മനോവീര്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളുടെ ട്വീറ്റുകളാവട്ടെ, പ്രസ്താവനകളാകട്ടെ എടുത്തു വെച്ചിട്ട് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്, വസന്തേ, നിങ്ങൾ എന്തായാലും ഇന്നെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരാശ്വാസമാണ്, അഭിനന്ദനാർഹമാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ്, ഷെയിം ഓൺ കോൺഗ്രസ് വസന്ത്, പറയാതെ പറ്റില്ല. യെസ് വസന്ത് 3 തവണ കൈപ്പൊക്കി, പറഞ്ഞോളൂ വസന്ത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹവും അങ്ങ് ചർച്ച നയിക്കുന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് അത് അങ്ങ് കണ്ടില്ല എന്നുള്ളതാണ്. വായിക്കാം. ഒന്നാമത്തെ ലൈനിൽ പറയുന്നത് ഇത് ഏപ്രിൽ 24-ാം തീയതിയാണ് ചേർന്നത്. രണ്ടാമത്തെ ലൈനിൽ പറയുകയാണ്, ദിസ് കാൽക്കുലേറ്റഡ് ആക്ട് ഓഫ് ടെററിസം മാസ്റ്റർ മൈൻഡഡ് ബൈ പാകിസ്ഥാൻ ഇസ് എ ഡയറക്റ്റ് അസൾട്ട് ഓൺ ദ വാല്യൂസ് ഓഫ് അവർ റിപ്പബ്ലിക്. നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത, പാകിസ്ഥാൻ കരുതി കൂട്ടി നടപ്പിലാക്കിയ ഒരു ഭീകരവാദ ആക്രമണമാണ് ഇത് എന്ന് പറയുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. ഉത്തരം പറയാനേ, ഞങ്ങളെ സംബന്ധിച്ച് AICC പ്രസിഡന്റിനേക്കാൾ ഏറ്റവും ഫൈനൽ വേർഡ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ്. അതിൽ AICC പ്രസിഡന്റ് ഉണ്ട്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ട്, കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഉണ്ട്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവർ തീരുമാനിച്ച് പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭ്യമായില്ല എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ ചില വാട്സപ്പ് ഡോക്യുമെന്റുകളുടെ പശ്ചാത്തലത്തിലാണ് ചില BJP നേതാക്കൾ ഇതിൽ പിടിയിലായി, ഏത് ടെററിസ്റ്റ് അറ്റാക്കുകളിൽ പിടിയിലായി എന്ന് പറഞ്ഞു. ഇതാ NDTVയുടെ ന്യൂസ് ഫീഡാണ് കേട്ടോ. NDTV, നിങ്ങൾ കേസ് കൊടുക്കണം NDTVക്കെതിരെ. NDTV പറയുകയാണ്, ലക്ഷർ ടെറർ ക്യാച്ച് ഇൻ ജമ്മു വാസ് BJP IT സെൽ ചീഫ് എന്നാണ് പറയുന്നത്. ഞാനിത് യുവരാജിന് അയച്ചു തരാം, അത് വെച്ചോണ്ടൊരു കേസ് കൊടുക്കൂ. എന്റെ ചങ്ങാതി വസന്തേ, അല്ലല്ല, ഇനി ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇത് 2022 മറ്റോ ഒരു വാർത്തയാണ്, 2022 മറ്റോ വാർത്തയാണ്. അവിടെ ഏതോ ഒരു മണ്ഡലത്തിലെ മൈനോറിറ്റി മോർച്ചയുടെ IT സെല്ലിന്റെ കൺവീനറായിട്ട് ആരെയോ ആ മണ്ഡലം എടുത്തു വെച്ചു, അയാളെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ വാർത്ത നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. 2022 വാർത്തയോ മറ്റോ ആണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അത് അവിടുത്തെ മൈനോറിറ്റി മോർച്ചയുടെ അവരൊരു മൈനോറിറ്റി മോർച്ച, സ്വാഭാവികമായിട്ടും നമുക്കറിയാം കശ്മീരിൽ മൊത്തം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ IT സെല്ലിന് അവരൊരു കൺവീനർ എടുത്തങ്ങ് വെച്ചു. അതൊരു മണ്ഡലത്തിലോ മറ്റോ ആണ്. അതിനെയാണ് IT സെൽ ചീഫ് എന്നും പറഞ്ഞ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്? കാശ്മീരിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. മൈനോറിറ്റി എന്റെ പൊന്ന് ചങ്ങാതി, കശ്മീരിൽ മൈനോറിറ്റി മോർച്ച എന്ന് പറയുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ കേരളത്തിലാവുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ടാവും. കശ്മീരിലെത്തുമ്പോൾ മൈനോറിറ്റി മോർച്ചയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ മാത്രമേ, അവിടെ ക്രിസ്ത്യാനികൾ വിരലിൽ എണ്ണാവുന്നവരും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും മൈനോറിറ്റി മോർച്ചയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും പറഞ്ഞില്ല. ശ്രീ യുവരാജ്, അങ്ങ് ഇനി ഇടപെടരുത്. രണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, കാശ്മീരിൽ ക്രിസ്ത്യാനികളും ഉണ്ട്. അത് അങ്ങ് കാണാത്തതായിരിക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ മാത്രം മതിയോ നിങ്ങൾക്ക്? എണ്ണാവുന്നത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് അവിടെ വലിയ രീതി. അവിടെ എത്ര പെർസെന്റേജ് വരും വസന്തേ? അല്ല വസന്ത, അവിടെ എത്ര പെർസെന്റേജ് വരും? അങ്ങ് ഇടപെടണം. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഈ ചർച്ചയിലുള്ള എല്ലാ അല്ലല്ല, അങ്ങനെയല്ലല്ലോ. താങ്കൾ പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഇപ്പൊ താങ്കൾ ഈ പറയുന്ന കേട്ടാ തോന്നുന്നു ഇന്നലെയോ മിനിങ്ങാന്നോ അവിടുന്ന് BJPയുടെ IT സെല്ലിന്റെ ചീഫിനെ പാകിസ്ഥാന സഹായത്തിന് പിടിച്ചോണ്ടുപോയി എന്നുള്ള രീതിയിലാണ് അങ്ങ് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നത്. അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്ന ആവശ്യകതയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. യുവരാജ് പറഞ്ഞ എല്ലാത്തിനോടും എനിക്ക് എതിരെ അഭിപ്രായമുണ്ട്. ഞാൻ അപ്പോൾ കൈ ഉയർത്തി അടിച്ചത് അത് എന്റെ മര്യാദയാണ്.
ഈ ചർച്ച നയിക്കുന്ന അനിൽ നമ്പ്യാറിനെ ഞാൻ അല്ല എതിരഭിപ്രായത്തിലാണെങ്കിലും ഞാനും മിണ്ടാതിരിക്കും. പക്ഷെ താങ്കൾ പറയുന്ന കാര്യം ഇത്തരത്തിലൊരു സാഹചര്യത്തില് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയട്ടെ. അവിടെ ക്രിസ്ത്യാനി നിങ്ങൾ അവിടുത്തെ ക്രിസ്ത്യാനി അത് വിടുന്നേ, നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. അല്ല, ഇയാളാണ് ചർച്ച നടത്തുന്നതെങ്കിൽ നിങ്ങൾ നടത്തിക്കോളൂ അനിൽ നമ്പ്യാർ. ഞാൻ ഈ ചർച്ചയ്ക്കില്ല. അല്ല വസന്ത് ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ യുവരാജ് ഒരു മിനിറ്റ് അദ്ദേഹം പറയട്ടെ. യെസ്, പറഞ്ഞോളൂ. അല്ല യുവരാജുമായി ഞാൻ എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുവരാജ് ഈ ചർച്ചയിൽ മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? സംസാരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് വായിൽ കയറി വെടിവെക്കാൻ വരാതെ. പോയിന്റ് ചെയ്യാണ്. രണ്ടാമത്, അവിടെ മൈനോറിറ്റി മോർച്ച നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോളൂ. അതുപോലൊക്കെ തന്നെയാണ് ഈ അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെ ആ നേതാവ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സെയിം ആണ്, ഈക്വൽ ആണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങ് പറയുന്ന പോലെ മൈനോറിറ്റി മോർച്ചയുടെ IT സെല്ലിന്റെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങേ ഞാൻ വിശ്വസിക്കുകയാണ്. എത്രയോ കാലമായി നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങേ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും NDTV നിങ്ങൾക്ക് അപബന്ധിപ്പുണ്ടാക്കുന്ന രീതിയിൽ വാർത്ത കൊടുത്തിട്ട് എന്ത് നടപടിയാണ് BJP എടുത്തത് എന്ന് പറയണം. ഇനി രണ്ടാമതൊരു കാര്യം മറുപടി പറഞ്ഞോട്ടെ. വളരെ ഞാൻ പുതിയ പോയിന്റ് മുമ്പോട്ട് വെക്കുകയല്ല. അതുകൊണ്ട് അങ്ങ് അതിനുശേഷം പറഞ്ഞോളൂ. ഞാൻ പുതിയ പോയിന്റ് മുമ്പോട്ട് വെക്കണമെങ്കിൽ ഇടപെട്ടാൽ കൊള്ളാം. അദ്ദേഹം പറഞ്ഞത് വളരെ സിംപ്ലിഫൈ ചെയ്ത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 10 വർഷത്തിൽ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടാകുമെന്ന്. 2023 ഉണ്ടായ അറ്റാക്കുകളുടെ ലിസ്റ്റ് ഞാൻ വായിക്കണോ ശ്രീ യുവരാജ്? രാജുവിൽ സിവിലിയൻസിന് ജാനുവരി 1-ാം തീയതി അറ്റാക്ക് ഉണ്ടായി. ഏപ്രിൽ 20-ാം തീയതി അവിടെ കടന്നുപോയ പൂച്ചിലെ ആർമി വെഹിക്കിളിന് നേരെ അറ്റാക്ക് ഉണ്ടായി. IED ബ്ലാസ്റ്റ് ഇൻ രാജുരി 5 മെയ്, 21 ഡിസംബർ ആർമി വെഹിക്കിളിന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നു. 9 ജൂലൈ, നവംബർ 4, ഏപ്രിൽ 22. ഒരുപാട് കണക്കുകൾ പറയാനുണ്ട്. അതൊന്നും പറയാൻ തൽക്കാലം അതിന്റെ സമയമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങ് 10 വർഷത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അത് മൊസാദിന്റെ സുരക്ഷാ കവചങ്ങളെ പോലും ഭേദിച്ച് ഹമാസ് കയറിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം ഡസൻ കണക്കിന് ആക്രമണങ്ങൾ UPA സർക്കാർ ഭരിച്ച സമയത്ത് ആ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടോ? മീൻസ് താങ്കളൊന്ന് പറയും, സൈന്യത്തിന് അവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. സ്റ്റോൺ പെൽറ്റിംഗ് വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ, അതൊക്കെ ഉണ്ടോ? ഇപ്പോൾ സൈന്യത്തെ ചേർത്ത് പിടിക്കുന്നു കാശ്മീരി ജനത. ആ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? കാശ്മീർ മാറിയില്ലേ? വാജ്പേയി ഭരിച്ചപ്പോൾ അവിടെ ഇതേ അവസ്ഥയായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് വാജ്പേയി ഇഷ്ടമില്ല, മോദിക്ക് ശേഷമുള്ള BJP മതി എന്നാണോ? മാറ്റമാണ് നിങ്ങൾ ഏറ്റവും അവസാനം 2014 ശേഷം ഇങ്ങോട്ടുള്ള മാറ്റം. അത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണൂ. ഡോസ് കൊടുത്തു, അതുവരെ സൈന്യത്തെ ഒന്നിനും കൊള്ളില്ല. കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യൻ പതാക ഏന്തി, ഭാരതത്തിന്റെ പതാക ഏന്തി പിന്നെ നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അവർ തീവ്രവാദത്തിന് എതിരാണെന്ന് അവർ പറയുന്നു. അനിൽ നമ്പ്യാർ, അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ആ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കൂടെ പറ. പക്ഷേ ആരാണ് ആ മാറ്റം കൊണ്ടുവന്നത്? ഏത് ഭരണാധികാരിയാണ് ആ മാറ്റം കൊണ്ടുവന്നത്? അതാണ് പറഞ്ഞത്. 2014 വരെ ഈ സൈന്യത്തെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായിരുന്നു. അതിനുശേഷം നിങ്ങൾ വന്ന് ബൂസ്റ്റർ ഡോസ് കൊടുത്തതിന് ശേഷമാണ് അവർ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അത് സൈന്യത്തെ അപമാനിക്കലാണ്. ആ പണി ചെയ്യാതിരിക്കുന്നത്. സൈന്യത്തെ പ്രവർത്തിക്കാൻ സമ്മതിക്കണ്ടേ? ഇപ്പൊ ഇത് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം യോഗം വിളിച്ച് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇടപെട്ടോളൂ, നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വാസം അർപ്പിച്ച ഒരു ഭരണാധികാരി നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നോ? അത്രേ ഉള്ളൂ. അവിടെ നിന്ന് വേണം നിങ്ങൾ മാറ്റത്തെ വിലയിരുത്താൻ. PR എക്സസൈസ് നടത്തുന്നില്ലാത്തതുകൊണ്ട്, അന്നത്തെ കാലത്ത് ഇത്രമാത്രം PR ഇല്ലാത്തതുകൊണ്ട് ആ തിരിച്ചടികൾ ഞങ്ങൾ ഏതായാലും രാഷ്ട്രീയപരമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കൈക്ക് കൂച്ചുവെള്ളം കിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിൽ ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ രക്ഷാവീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ നിലവിൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ഐ ഹാവ് എ ബൗണ്ടറി. ആ ബൗണ്ടറി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർ നൽകിയിരിക്കുന്നതാണ്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് രാജ്യത്തിനൊപ്പമാണ്, രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനൊപ്പമാണ്. പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തേ മതിയാവും. ആ തിരിച്ചടി അധികം വൈകാതെ ഉണ്ടാവുകയും വേണം എന്ന നിലപാട് ഞങ്ങൾക്ക്. ഓക്കെ കേണൽ RK നായർ, ഇപ്പോൾ ഒരു
സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം സൈന്യം സ്വീകരിക്കുന്ന നടപടി എന്തായിരിക്കും? അവിടെയുള്ള ജനങ്ങളെയൊക്കെ അല്ലെ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ ഒഴിപ്പിക്കേണ്ടി വരില്ലേ? ശ്രീ അനിൽ നമ്പ്യാർ, ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ 140 കോടി ജനങ്ങളും നമ്മുടെ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും പിറകിൽ അണിനിരക്കണം. അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പാടില്ല. കാരണം നമ്മുടെ അതിർത്തികളിൽ സൈന്യ വിന്യാസം നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൈനിക ആക്ഷൻ നടക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ്. ആ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഓപ്പറേഷനും സക്സസ്ഫുള്ളി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമത്തെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചൊരു ചോദ്യം, ഇതിന് നമ്മൾ അങ്ങനെയുള്ളൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയം വരികയാണെങ്കിൽ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ സൂചിപ്പിച്ച മാതിരി അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുക, അതേമാതിരി നമ്മളെ ഓൾറെഡി നമ്മളവിടെ കൃഷി ചെയ്യുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് 48 മണിക്കൂറുകൾ തന്നെ പിന്നെ വിളവൊക്കെ എടുത്തതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിലിയൻ കാഷ്വാലിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ പലപ്പോഴും ഫയറിംഗ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ എന്താണ് ചെയ്യാറ്, നമ്മളെ സിവിലിയനെയാണ് കൂടുതലും കാഷ്വാലിറ്റി ഉണ്ടാവാറുള്ളത്. കാരണം അവരെയാണ് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈനികരെക്കാട്ടിലും കൂടുതലും ഡാമേജ് ഉണ്ടാകുന്നത് സിവിലിയൻ ഏരിയകളിലാണ് ഉണ്ടാകുന്നത്. അത് അവർ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിൻ്റെ ഭാഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കാശ്മീർ എന്ന് പറഞ്ഞാൽ JNK എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനമാണ്. അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, നമുക്കുള്ള കാഷ്വാലിറ്റി റേറ്റ്, സിവിലിയൻ കാഷ്വാലിറ്റി റേറ്റ് കുറവായിരിക്കണം. പലപ്പോഴും സൈന്യത്തിൻ്റെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു കൈ പിറകിൽ കെട്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് നടത്തുന്നുള്ളത്. നമുക്കൊരു ടെററിസ്റ്റിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് 10-50 സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആം ഫോഴ്സസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ RR ബറ്റാലിയൻസും മറ്റുള്ള നമ്മുടെ സായുധ സേനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ എപ്പോഴും ഓർക്കണം, നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കൊളാറ്ററൽ ഡാമേജസ് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് അവിടെയുള്ള ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് എതിരാക്കിക്കൊണ്ട് നമുക്കൊരു ഓപ്പറേഷൻ ഒരിക്കലും അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കാൽക്കുലേറ്റഡ് റെസ്പോൺസ് ആയിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, നമ്മുടെ ആം ഫോഴ്സസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അവസരത്തിൽ ഒരു ഓൾ ഔട്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓൾ ഔട്ട് യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കാരണം ഏതൊരു യുദ്ധമായി കഴിഞ്ഞാലും ഏതൊരു യുദ്ധത്തിനും അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. നമുക്ക് ഇപ്പം ഈ പുൽവാമയിൽ അല്ലെങ്കിൽ പഹൽഗാമിൽ ഇങ്ങനൊരു സംഭവം നടന്നു, നമ്മളെല്ലാവരും രോഷാകുലരാണ്. നമ്മുടെ 28ഓളം സിവിലിയൻസിനെ, അതും ടൂറിസ്റ്റായി അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അവർ കൊന്നു എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ഹമാസിനെതിരായി അവിടെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കേരളത്തിൽ പോലും പല സംഘടനകളും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മുടെ മാർച്ചുകളും പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഒരു സൈനികൻ എന്നുള്ളത് അതിലേക്ക് വേദന തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വളരെ കുറച്ച് ആ ഓർഗനൈസേഷൻസ് ഒന്നും തന്നെ മുമ്പോട്ട് വന്ന് ഈ ഒരു നടപടിയെ, ഭീകരരുടെ ഈ നടപടിയെ അപലപിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ട്, മറ്റ് പലരും ഉണ്ട് ഇതിനെതിരായി വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. പക്ഷെ അവരാരും തന്നെ ഈ ഇത്രയും ഹീനമായ പഹൽഗാമിലുണ്ടായ അറ്റാക്കിനെതിരായി പ്രതികരിക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പ്രതികരിച്ചു, അതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ശശി തരൂരിന്റെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ബിലാൽ, ഇതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കേണൽ.
ഒക്കെ. അല്ല, ഞാൻ പറയാം, ഞങ്ങൾക്ക് ദുഃഖം തോന്നും. കാരണം ഇങ്ങനെയുള്ള എവിടെയെങ്കിലും സംഭവം ഉണ്ടാകുമ്പം സിറിയയിൽ അവിടെ ആളുകൾ മരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഇതുണ്ടാവാറുണ്ട്. ദീപം തെളിയിക്കലും വലിയ വലിയ പ്രകടനങ്ങളും ആനപ്പുറത്തൊക്കെ ആളുകളെ ഏറ്റിയിട്ട് ഇവിടെ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ദിവസവും നമ്മുടെ സൈനികർ മരിക്കുമ്പോൾ പലരും ഇതിന് എതിരായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്, റിയാക്ഷൻ നശിച്ചു പോയോ എന്ന് പോലും ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വളരെ ദുഃഖം തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ഈ അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നമ്മുടെ സേനയ്ക്ക് പുറകെ അണിനിരക്കേണ്ട ഒരു അവസരമാണ്. ഈ അവസരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശരിയായി ഉപയോഗിക്കും എന്നുള്ളതിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. ഓക്കെ, രാജ്യസ്നേഹികൾ എന്തായാലും അണിനിരക്കും, ഒരു സംശയമില്ല. യുവരാജ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഒന്ന് വസന്ത് പറഞ്ഞതിനകത്തൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ അത് കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. ഒന്ന്, NDTV-ക്കെതിരായിട്ട് എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. NDTV-യുടെ ഹെഡ്ലൈനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ജമ്മു BJP's മൈനോറിറ്റി മോർച്ച IT സെൽ ചീഫ്, അദ്ദേഹത്തിൻ്റെ പേര് താലിബ് ഹുസൈൻ ഷാ എന്നായിരുന്നു. അതിനകത്ത് ക്ലാരിഫിക്കേഷൻ BJP കൊടുത്തിട്ടുണ്ട്. അത് BJP-യുടെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അകത്ത് കയറിക്കൂടിയ ഒരു ടെററിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അന്നത്തെ അന്വേഷണത്തിൽ വന്നതാണ്. പക്ഷേ അതിനെ എടുത്തു വെച്ചിട്ട് ആ വാർത്തയുടെ കണ്ടന്റ് മുഴുവൻ കളഞ്ഞിട്ട് അവർ ഹെഡിങ്ങിലെ ഒരു ഭാഗം, അത് മൈനോറിറ്റി മോർച്ച എന്നുള്ളതും അങ്ങ് കളഞ്ഞ് ബാക്കി അത് മാത്രം എടുത്തു വെച്ചിട്ട് ആ വ്യക്തിയുടെ പേരും പറയാതെ BJP-യുടെ IT സെൽ ചീഫിനെ പിടിച്ചു, BJP-യുടെ IT സെൽ ചീഫിനെ പിടിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അദ്ദേഹം ഈ BJP-ക്ക് അകത്ത് കയറിയത് പോലും BJP-യുടെ നേതാക്കളെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചു ഇസ്രായേലിൻ്റെ കാര്യം. ഇപ്പോൾ കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാകാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കശ്മീരിൻ്റെ ചരിത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ പറയുന്ന അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഒരു മേജർ സാധനം നടക്കുന്നില്ല. അങ്ങ് ചോദിച്ച ഇസ്രായേലിൽ നടക്കുന്നുണ്ടെന്നാണ് USൻ്റെ അമേരിക്കയുടെ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ സെക്ഷനിൽ നിന്നുള്ള ഒരു വാർത്ത ഞാൻ അങ്ങേക്ക് വായിച്ചു തരാം. 2022 മാത്രം വാർത്തയാണ്. ദ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് റിപ്പോർട്ടഡ് 305 ഷൂട്ടിംഗ് അറ്റാക്സ്, 305 റൗണ്ട് ഫയർ ചെയ്തൊന്നുമല്ല, 305 ഇൻസിഡൻസ് 2022. അതായത് ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. അതിൽ 305 ദിവസത്തിലും ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ട്രിപ്പിളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2021 91 ആയിരുന്നു, 2021 അത് ട്രിപ്പിളായിട്ട് 2022 305 ഇൻസിഡൻറ്റ് 305 ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. അത് കശ്മീരിലോ അല്ലെങ്കിൽ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നാളെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയും മാസീവായിട്ട് കയറി നമ്മുടെ സിവിലിയൻസിന് നേരെ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് 5-6 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലൊക്കെ മാത്രം സംഭവിക്കുന്ന തലത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയും നമ്മുടെ സൈനികരുടെയും ഒക്കെ കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കാതെ പോകേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല എന്ന് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുക. യെസ്, വളരെയധികം നന്ദി യുവരാജ് ഗോകുൽ, അഡ്വക്കേറ്റ് വസന്ത്, കേണൽ RK നായർ, നന്ദഗോപൻ. പഹൽഗാം ഭീകരാക്രമണം അത് നമുക്ക് മറക്കാൻ പറ്റില്ല, പൊറുക്കാൻ പറ്റില്ല. എന്തായാലും സൈന്യം സുസജ്ജമാണ്. പടപ്പുറപ്പാട്, അതെ, പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരുന്ന് കാണാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്തേ.